ഹലോ ഫ്രണ്ട്സ്, ഈ വർഷം 2019 വിഷു അശ്വതി നാളുകാർക്ക് എങ്ങനെ ആയിരിക്കും അതാണ് നമ്മളിപ്പം കാണാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ചാനലിപ്പം ആദ്യമായിട്ട് ഒരാൾ കാണുകയെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. ആദ്യം ഈ വിഷു എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ ഇങ്ങനെ ഓരോരോ രാശിയിലും ഇങ്ങനെ കറങ്ങി ഓരോ വർഷം ഒരു മാസത്തിലും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അവസാനത്തെ മാസമായ മീനത്തി എന്ന് മേടത്തിലോട്ട് എൻട്രി ചെയ്യുന്നതാണ് നമ്മൾ വിഷു എന്ന് പറയുന്നത്. അതിന് ഓരോരോ വർഷത്തിനും ഓരോരോ പേരുണ്ട്. ഈ വർഷം എന്ന് പറയുന്നത് വികാരി വർഷം എന്ന് പറയും. ഈ വികാരി വർഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് പറയുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ വ്രതം അവസാനിക്കുന്നു. അങ്ങനെയാകുമ്പം ഒരുപാട് വർഷങ്ങളായിട്ട് കല്യാണത്തിന് ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്നുള്ളവർക്ക് ഈ വർഷം തീർച്ചയായിട്ടും കല്യാണം നടക്കും. അതാണ് ഈ വികാരി എന്ന് പറയുന്ന ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇനി നമുക്ക് അശ്വതി നാളുകാർക്ക് ഇത് എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഒരു 50% ഈ അശ്വതി നാളുകാർക്ക് നടക്കുന്നത്. ബാക്കിയുള്ള 50% എങ്ങനായിരിക്കും, അത് പോസിറ്റീവാണോ ഇല്ലെങ്കിൽ നെഗറ്റീവാണോ എന്ന് പറയുന്നത് നിങ്ങൾ ജനിച്ചപ്പം നിങ്ങളുടെ ജാതകത്തിലുള്ള ആ ഗ്രഹനിലയിലുള്ള ഗ്രഹങ്ങളുടെ അതിൻ്റെ പവർ അനുസരിച്ചായിരിക്കും. അത് നല്ല സ്ഥാനത്തിലാണ് ഇരിക്കുന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ബാക്കിയുള്ള അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നത്. എന്നാലും ഏകദേശം ഒരു 50% അശ്വതി നാളുകാർക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും. അതല്ലാതെ കറക്റ്റ് 100% നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഇത് പറയാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ വെറുതെ നമ്മൾ ഒരു എല്ലാ 27 ഗ്രഹനില ഉണ്ടെങ്കിൽ ഈ 27 നക്ഷത്രമുണ്ട്, അങ്ങനെയാകുമ്പോൾ 27 ഗ്രഹനില മാത്രമല്ലല്ലോ ഉള്ളത്. അങ്ങനെയാകുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഗ്രഹനില. പക്ഷേ ഒരു 50% ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ബാക്കിയുള്ള 50% കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ജാതകം നോക്കണം. ഈ വർഷം അശ്വതി നാളുകാർക്ക് എങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒരുവിധം നല്ല ഒരു വർഷമായിരിക്കും. അശ്വതി നാളുകാർക്ക് എന്തോ ഒരു ഭാഗ്യമുള്ള ഒരു വർഷം തന്നെ ആയിരിക്കും. മെയിനായിട്ട് നമ്മൾ ഈ വിഷു പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു 4 ഗ്രഹം അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. ശനി, ഗുരു, രാഹു, കേതു. ബാക്കിയുള്ള ഗ്രഹങ്ങളെന്ന് പറയുന്നത് ഓരോ മാസം കൂടുമ്പോൾ അടുത്ത് ഓരോരോ വീട്ടിലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചില ഗ്രഹങ്ങൾ 1.5 മാസം ആകുമ്പോൾ മാറും. എന്നാൽ ഏകദേശം ഈ 4 ഗ്രഹങ്ങളും ഈ ഒരു വർഷത്തിൽ മൊത്തം ഈ ഒരു വീട്ടിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇത് അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നത്. അശ്വതി നാളുകാർക്ക് 3-ൽ രാഹു നിൽപ്പുണ്ട്. ഈ വർഷം അവർക്ക് കോൺഫിഡൻസ് ഒരുപാട് കൂടുതലായിരിക്കും. ഏതൊരു കാര്യം എടുത്താലും അവർക്ക് കോൺഫിഡൻസ് കൂടുതലായിരിക്കും. അവർ കണ്ണു അടച്ചുകൊണ്ട് ഏതൊരു കാര്യത്തിൽ ഇറങ്ങും. അവരെ കയറി തടഞ്ഞാലും അവർ നിൽക്കില്ല. ഒരുപാട് ശ്രമിക്കും. ഏത് കാര്യത്തിലായാലും അവർ വിജയം കിട്ടുന്നവരെ അവർക്ക് ശ്രമം നടത്തുന്നവർ, വിജയം നേടുന്നവർ, അത് ഏറ്റവും കൂടുതൽ ഒരു നല്ലത് അവർക്ക്. കാര്യം നമ്മൾ ഒരു കാര്യം ഒന്നിൽ കൂടുതൽ ശ്രമിക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും. അത് ചിലവരെന്ന് പറഞ്ഞാൽ അത് പകുതി വെച്ചിട്ടിട്ട് പോകും. പക്ഷേ ഇവർ ഒരിക്കലും ഇടത്തില്ല ഈ വർഷം. കാര്യം അവർക്ക് 3-ൽ രാഹു നിൽക്കുന്നതുകൊണ്ട് അവർ വീണ്ടും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് നല്ലതാണ്. അത് മാത്രമല്ല ഒരുപാട് ട്രാവലിംഗ് അവർക്ക് ഈ വർഷം ചെയ്യേണ്ടി വരും. ഈ ട്രാവലിംഗ് എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നതെന്ന് പറയാമെന്നുണ്ടെങ്കിൽ കൂടുതലും ക്ഷേത്രങ്ങളിലേക്കുള്ള ട്രാവലിങ്സ് ആയിരിക്കും. ഈ വർഷം അവർക്ക് ഭക്തി ഇച്ചിരി കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ 9-ൽ ഗുരുവും കേതുവും നിൽപ്പുണ്ട്. ഇത് രണ്ടും എന്ന് പറയുന്നത് ഭക്തിയാണ്. അങ്ങനെയാകുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷേത്രത്തിലേക്കുള്ള ട്രാവലിംഗ് ആയിരിക്കും. രണ്ടാമത് പ്രായം ചെന്നവരെ കാണാനുള്ള ഒരു ട്രാവലിംഗ് ആയിരിക്കും. വലിയ ആൾക്കാരെ കാണാനുള്ള ഒരു ട്രാവലിംഗ് കൂടെ ആയിരിക്കും അവർക്ക്. പിന്നെ പൊതുവെ ഈ വർഷം അവർക്ക് നല്ലൊരു വർഷമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവർ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ നോക്കും അവർ ഈ വർഷം. അവർ പഠിക്കുകയും ചെയ്യും. അതുമാത്രമല്ല ഇലക്ട്രോണിക്സ് സാധനങ്ങൾ, TV, ഫ്രിഡ്ജ്, മൊബൈൽസ്, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ അവർ മേടിച്ച് കൂട്ടുകയും ചെയ്യും ഈ വർഷം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ 3 എന്ന് പറയുന്നത് ഇങ്ങനെ ഇലക്ട്രോണിക്സ് സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, കമ്മ്യൂണിക്കേഷൻസ്. പിന്നെ നല്ല അവർ ആരെയും സംസാരിച്ച് കയ്യിലെടുക്കാനുള്ള ഒരു വർഷവുമായിരിക്കും ഈ വർഷം എല്ലാവരെയും. പിന്നെ പൊതുവെ ഇതിനകത്തുള്ള അവർക്കൊരു നെഗറ്റീവ് എന്താണെന്ന് പറയാമെന്നുണ്ടെങ്കിൽ ഇവരുടെ അമ്മയ്ക്ക് ഇച്ചിരി ചിലവ് കൂടുതലായിരിക്കും. അമ്മയെ വെച്ച് ഇവർക്ക് ചിലവ് കൂടുതലായിരിക്കും. പിന്നെ അച്ഛൻ്റെ കാര്യം, അച്ഛൻ എന്ന് പറഞ്ഞാൽ 9ാമത്തെ സ്ഥാനമാണ്. അവിടെ കേതു നിൽക്കുന്നുണ്ട്. അച്ഛന് എന്തെങ്കിലും ചെറിയ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ അത് നമ്മൾ ആശുപത്രി കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ
അശ്വതി നാളിലുള്ള പെണ്ണുങ്ങൾക്ക് ഈ വർഷം കൊച്ചുങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. 9 ഗുരു നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് അതും ചാൻസ് കൂടുതലാണ്. പൊതുവേ ഈ വർഷം എല്ലാവർക്കും കല്യാണം നടക്കാൻ ഒരുപാട് ചാൻസ് കൂടിയ ഒരു വർഷമായിരിക്കും. പിന്നെ ഈ മെഡിസിൻസ്, പിന്നെ ലോസ്, അഡ്വക്കേറ്റ് അങ്ങനെയൊക്കെ പഠിക്കുന്നവർക്ക് ഈ വർഷം കുറച്ചും കൂടെ നല്ല ഗുണകരമായിരിക്കും. പിന്നെ ഏകദേശം ഇത്രയൊക്കെ തന്നെ ആയിരിക്കും. ഇതിനകത്ത് കൂടുതലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇനിയും നടക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗ്രഹനില വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഗ്രഹങ്ങളിൽ ഓരോരോ ഗ്രഹങ്ങളും നല്ല സ്ഥാനത്തിരിക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് കൂടുതലായിരിക്കും കിട്ടുന്നത്. അതല്ലാതെ നിങ്ങളുടെ ഗ്രഹങ്ങൾ എന്തെങ്കിലും ഇച്ചിരി നല്ല സ്ഥാനത്തല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ ഇച്ചിരി കുറവായിരിക്കും. എന്നാലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.